രിപുദളവാരിണി മാതരം വന്ദേ മാതരം. തുമി വിദ്യ തുമി ധർമ്മ തുമി ഹൃദി തുമി മർമ്മ. ശക്തി ഹൃദയേ തുമി മാ ഭക്തി. ദുർഗാ ദശ പ്രഹരണ ധാരി സുജലാ സുഫലാ മാരണ സുസ്മിതാ ഭൂഷിതം വന്ദേ മാതരം. ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം പട്ടാള കഥകൾ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സമകാലീന സമൂഹത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ മലയാള സാഹിത്യത്തിൽ നോവൽ വിഭാഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കൃതികൾ കാഴ്ചവെച്ചിട്ടുള്ള കോവിലൻ ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ പട്ടാള കഥകളും എഴുതിയിട്ടുണ്ട്. പക്ഷേ പട്ടാള കഥകൾ മാത്രമല്ല, അല്ലെങ്കിൽ പട്ടാള കഥകളല്ല കോവിലിൻ്റെ സാഹിത്യത്തെ ജനകീയമാക്കിയത്. അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിലുള്ള സാമൂഹിക ഇടപെടലുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ മലയാളിയുമായി സംവേദിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. മലയാളിയായ ഒരു വായനക്കാരന് കോവിലൻ എന്ന് പറയുന്ന ഒരു കഥാകൃത്തിനെ, നോവലിസ്റ്റിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ തന്നെ ധാരാളം പതിപ്പുകൾ അച്ചടിച്ച് പ്രശസ്തരായ പ്രസാധകന്മാരൊക്കെ വിതരണം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും കോവിലൻ മലയാള സാഹിത്യത്തിൽ എന്തായിരുന്നു എന്ന്. ഒരു പട്ടാളക്കാരൻ്റെ കഥകൾ എന്ന നിലയിലുള്ള പരിഗണനയല്ല, കേരളീയ ജീവിതത്തെ സമഗ്രമായി ആവിഷ്കരിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ കൃതികൾ എന്ന നിലയിലാണ് കോവിലൻ്റെ കൃതികളെ ഇവിടെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ സദസ്സിൽ വെച്ച് കോവിലിൻ്റെ പേരിൽ ഒരു പാരിതോഷികം നൽകുകയും ചെയ്യുന്നു. മലയാളത്തിന് കോവിലിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരു കാലത്തും വിസ്മരിക്കപ്പെടുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പട്ടാള കഥാകാരൻ എന്നതിൽ മാത്രമല്ല, മലയാളത്തിലെ ഏത് എഴുത്തുകാരനോടൊപ്പം തലയുയർത്തി നിൽക്കാൻ ആവശ്യമായ ചില രചനാപാഠവും ആവിഷ്കാര രീതിയും ഉള്ള ഒരു എഴുത്തുകാരനാണ് കോവിലൻ. ഈ കോവിലനുമായി വ്യക്തിപരമായി ചില സന്ദർഭങ്ങളിൽ ഇടപെടാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ഞങ്ങൾ ശിഖ ബുക്സ് എന്ന പേരിൽ ഒരു പ്രസാധക സ്ഥാപനം നടത്തുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ കോവിലൻ്റെ ഒരു കൃതി പ്രസിദ്ധീകരിക്കാനുള്ള താല്പര്യവുമായി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു. ഷേക്ക് വേണ്ടി അദ്ദേഹം പുസ്തകം തരാം എന്ന് സമ്മതിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ
കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശിഖയുടെ പ്രവർത്തനം നിർത്തേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കോവിലിനെ പ്രസിദ്ധീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇതേപ്പറ്റി അദ്ദേഹം മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ഞങ്ങൾ പോയതും അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതും ഈ പ്രസാദന പ്രവർത്തനങ്ങൾ നടത്തിയതും അതിൻ്റെ തകർച്ചയൊക്കെ കോവിലൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നിലയിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് പുതിയ സംരംഭങ്ങളുമായി ഇടപെടാനുള്ള കോവിലൻ്റെ വിശാലമായ മനസ്സും സ്നേഹവും അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലാണ്. ഇതിൻ്റെ വിശാലമായ മേഖലയിൽ വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പട്ടാള ജീവിതവുമായിട്ടും അതുപോലെ തന്നെ സാമൂഹിക ജീവിതവുമായും കുടുംബജീവിതവുമായും ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരോടുകൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ വിശാലമായ അനുഭവങ്ങളൊക്കെ കുറിപ്പായി എഴുതി വെക്കണം. ഇന്ന് നമ്മൾ ഈ യോഗം ചേർന്ന് അടുത്ത വർഷം ഒരു യോഗം ചെയ്യുമ്പോഴേക്കും നിങ്ങളിൽ എല്ലാ ആളുകളും എഴുതിയിട്ടുള്ള ഇത്തരം ലേഖനങ്ങൾ സമാഹരിച്ച് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ച് അത് ഇവിടെ വിതരണം ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. പട്ടാളക്കാരൻ എന്ന് പറയുന്നത് വളരെ വിശാലമായ അനുഭവങ്ങളുള്ള ഒരാളുകളാണ്. അതെങ്ങനെയാണ് എഴുതുക എന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എഴുത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭാഷയില്ല. നമ്മളൊക്കെ എന്താണോ സംസാരിക്കുന്നത്, എന്താണോ പറയുന്നത്, എങ്ങനെയാണോ പറയുന്നത്, അതുപോലെ തന്നെ എഴുതിയാൽ മതി എന്നുള്ളതാണ് എനിക്ക് സാഹചര്യം. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവലാണ് അക്ബർ എന്ന് പറയുന്നത്. രാജരാജവർമ്മ എഴുതിയിട്ടുള്ള അക്ബർ ചക്രവർത്തിയെ പറ്റിയുള്ള ഒരു നോവൽ. മലയാളത്തിലെ ഏറ്റവും പ്രത്യേകമായ ഭാഷ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ആ നോവൽ. അതിനുശേഷം സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും തുടങ്ങിയ നോവലുകളും അതുപോലുള്ള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നുമല്ല മലയാളത്തിൻ്റെ ഭാഷ. മലയാളം ആവിഷ്കരിക്കാനുള്ള ഭാഷ എന്ന് ഞാൻ തെളിയിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിനെയും തകഴിയെയും കേശവദേവിനെയും പോലുള്ള ആളുകളാണ്. അത് ആളുകൾ സ്വീകരിക്കുകയും ചെയ്തു. രാജരാജവർമ്മയുടെ അക്ബറെ നമ്മുടെ മലയാളികൾ തിരസ്കരിച്ചപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി സ്വീകരിക്കുന്നതാണ്. ഈ വ്യത്യാസം ഭാഷാപരമായി നമ്മൾ എഴുതുന്നതാണ് ഭാഷ എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതുകൊണ്ട് ഭാഷയെ പറ്റി ആശങ്കപ്പെടാതെ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് പറയാൻ ആവശ്യമായ നിലയിലുള്ള ഭാഷ നിങ്ങൾ പറയുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാഷയിൽ നിങ്ങൾ എഴുതണം എന്നാണ് ഈ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലൂടെ ജീവിച്ചു വന്നിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരോടും കുട്ടികളായ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്.